ഇനി നമ്മൾ മഴക്കെടുതികളുടെ വാർത്തയാണ് കൊച്ചി നഗരത്തിൽ നിന്ന് വരുന്നത്. എറണാകുളം ജില്ലയിൽ പൊതുവെ ഇന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട ദിവസം കൂടിയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴ ഇന്ന് രാവിലെ വരെ തുടർന്ന സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. കൊച്ചിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇൻഫോ പാർക്കിലേക്ക് രൂപപ്പെട്ട വെള്ളക്കെട്ട് പൂർണ്ണമായും കടന്നുപോയോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിൽ പ്രധാനപ്പെട്ട മേഖലയാണ്. അവിടെയാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ പറയും ഈ തോരാതെ പെയ്ത മഴയിൽ ഈ മേഖല എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ വാഹനങ്ങൾ പോകുന്നത് ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയാണ്. രാവിലെ മുതൽ നിലയ്ക്കാതെ മഴ പെയ്യുന്നുണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സ്ഥലം പോലും ഇല്ല ഇവിടെ, കാരണം ഇവിടെ റോഡ് പണി നടക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഈ വെള്ളം കെട്ടിക്കിടന്ന് വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമില്ല, ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല, കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ട്, ഇരുചക്ര വാഹനങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, അങ്ങനെ വലിയ പ്രശ്നം. അതിനും അപ്പുറം ട്രാഫിക് ബ്ലോക്ക്. ഇത് വൈകുന്നേരം തുടങ്ങിയ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴും നീണ്ട് തന്നെ കിടക്കുകയാണ്. കാരണം ഒരു വരിയായി മാത്രമാണ് ഈ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റുന്നത്. അത്രയധികം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇനി SKN ചോദിച്ചതുപോലെ ഇൻഫോ പാർക്കിലെ പ്രശ്നം പറയുകയാണെങ്കിൽ, ഇൻഫോ പാർക്കിൽ ഇന്നലത്തെ അത്ര പ്രശ്നമില്ല. കാരണം അവിടെ ബണ്ട് പൊളിച്ച്, അവിടെ ഈ വെള്ളക്കെട്ടിന് കാരണമായ ബണ്ട് പൊളിച്ച് വെള്ളം ഒഴുക്കി തുടങ്ങിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതിനാൽ വെള്ളം ഇപ്പോഴവിടെ കെട്ടുന്നില്ല. അവിടെ ഇന്ന് പെയ്ത മഴയിൽ വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ട്. സുഗമമായി യാത്ര ചെയ്യാൻ പറ്റും. വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നഗരത്തിലെ പല സ്ഥലങ്ങളിലും അതല്ല സ്ഥിതി. ആസാദ് റോഡിൽ പ്രശ്നമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പല മേഖലകളുണ്ട്. സൗത്ത് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങനെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ SKN നാളെ രാവിലെ വരെ മഴ ഉണ്ടാകുമെന്ന് അല്പസമയം മുമ്പ് അലക്സ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. വെള്ളക്കെട്ട് ഇനിയും മോശമാകും. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ചെയ്യും SKN. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. താങ്ക് യു. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.